ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ നമുക്ക് വിസ റിന്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം. പിന്നെ ഇന്ന് സാറ്റർഡേ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാം. പിന്നെ നമുക്ക് സാറ്റർഡേ മാർക്കറ്റ് കാണാം. ഓക്കെ, ഇത് മറ്റേ അച്ഛനമ്മൻ്റെ മെയിൻ ഷോട്ടാണ്. പക്ഷെ എന്തായാലും നല്ല റേറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ ബൂത്ത്. ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഫോട്ടോ ബൂത്ത് ഉണ്ടാവും. നമ്മൾ അവിടെ പോയി ഫോട്ടോ എടുക്കുക. നമുക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഫോട്ടോ നമ്പറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് നമ്മൾ വിസ റിന്യൂവലിനൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് അതിൻ്റെ ഫോട്ടോ പ്രിൻ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിനാണ് നമ്മൾ ഫോട്ടോ എടുക്കുക. കൊള്ളാം. ഓക്കെ, ഇവിടെ കുറേ ഇതും ഒരു ഡ്രസ്സിങ് ഏരിയ ആണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് എനിക്കറിയില്ല. ഫോട്ടോ എടുത്ത് കഴിഞ്ഞു പുറത്ത് റേറ്റ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനത്തിനും €1.50. അത് ചെറുതാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സുണ്ട്. ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഈ €5 €10 നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ സാറ്റർഡേ മാർക്കറ്റ്. ഇവിടെ നമുക്ക് എല്ലാം കിട്ടും. എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിരിക്കും, പിന്നെ എല്ലാം ഫ്രഷ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ബ്രെഡ്, എല്ലാം നമുക്ക് സ്പൈസസ്, നമുക്ക് എല്ലാം ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം വാങ്ങിക്കാറ്. ഇവ നമുക്ക് റിയൽ ചിക്കൻ ആണെങ്കിലും എഗ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ വലിയ കാര്യത്തിലെല്ലാം പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തത് ടൈം ലാപ്സ് ആയിരുന്നു. അപ്പോൾ ഞാനിന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് ഒരു മാർക്കറ്റിൽ പോയില്ല. അപ്പോൾ അവിടെ പോയി എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചു എന്നാണ് ഞങ്ങൾ കാണിക്കാൻ പോണത്. സവാള, റെഡ് സവാള, ഇതാണ് നാട്ടിലത്തെ സവാള കിട്ടുന്നത്. ഇവിടുത്തെ മറ്റേ വൈറ്റ് ആയതുകൊണ്ട് ഒരു ടേസ്റ്റാണ് കിട്ടില്ല. 6 eggs ലൈറ്റ്. പിന്നെ പഞ്ചസാര. ഇത് നമ്മൾ നാട്ടിലത്തെ പഞ്ചസാര പോലെ ഇത് ഭയങ്കര പൗഡറാണ്. അപ്പോൾ എന്താ പറയുക, നാട്ടിലത്തെ നമ്മൾ 1 സ്പൂൺ ഇട്ടാൽ മതിയെങ്കിൽ ഇവിടുത്തെ ഒരു 2-3 സ്പൂൺ ഇട്ടാലാണ് നമുക്ക് ആ ഒരു മധുരം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചത്. ഓക്കെ, നമ്മുടെ ടീ ഉണ്ടാക്കി കഴിഞ്ഞു. ആൻഡ് ഇറ്റ്സ് മൈ ചോക്ലേറ്റ് ക്രോissant. വാവ്. ഓക്കെ, അപ്പോൾ നമുക്കത് കഴിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ഉപ്പേരി, മോര് കാച്ചിയത് ആൻഡ് ഫിഷ് ഫ്രൈ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ട്. എന്തായാലും ഒരു 2:30-3 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫിഷ് കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചു, കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ടൈമും ഭയങ്കര ലേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞു. ഞാൻ നല്ല വിഭവസമൃദ്ധമായ ലഞ്ച് കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ എൻഡ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു ദിവസം വേറൊരു പുതിയ കണ്ടന്റ് ആയിട്ട് വരണവരെ ലവ് യു, ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.